പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ലോകം മുഴുവൻ തിന്മയുടെ സ്വാധീനത്തിലാണ്. 2 കൊറിന്തോസ് 4:4 വിശുദ്ധ പൗലോസ്ലീഹ പറയുന്നു, ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. സുവിശേഷം രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. അത് മനുഷ്യൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ്. ദൈവവചനത്തിലെ നിധി കണ്ടെത്തുന്നവർ വളരെ ചുരുക്കമാണ്. നമ്മുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാത്രമാണ്. ലോകം മുഴുവൻ നാം നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ നമുക്ക് ഈ നേട്ടങ്ങൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. നമ്മുടെ ആത്മാവിനെ രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കണം. എന്നാൽ നാശത്തിലേക്ക് പോകുന്നവർക്ക് സുവിശേഷം ഭോഷത്വവും നിഗൂഢവുമായി മാറിയിരിക്കുകയാണ്. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ ഹൃദയങ്ങളെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുകയാണ്. ഈ അന്ധത മാറ്റുവാനാണ് യേശുനാഥൻ ഭൂമിയിലേക്ക് വന്നത്. യെശയ്യാ 35:5 ഈശോ വരുമ്പോൾ സംഭവിക്കുമെന്ന് യെശയ്യാ പ്രവാചകൻ പ്രവചിക്കുകയാണ്. അപ്പോൾ അന്ധരുടെ കണ്ണുകൾ തുറക്കപ്പെടും, ബധിരരുടെ ചെവി അടഞ്ഞിരിക്കുകയില്ല. ദൈവിക കാര്യങ്ങളോട് താല്പര്യമില്ലാത്ത അവസ്ഥ ആത്മീയ അന്ധതയാണ്. അതിനാൽ ദൈവത്തിൻ്റെ വചനങ്ങളിലുള്ള ആത്മീയ രഹസ്യങ്ങൾ, ദൈവത്തിൻ്റെ ശക്തി ഇവയൊന്നും ഗ്രഹിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. പാപബോധവും നഷ്ടപ്പെടുകയും നാശത്തിലേക്കാണ് തങ്ങൾ നീങ്ങുന്നത് എന്നുള്ള ഒരു ചിന്തയും അവർക്ക് നഷ്ടപ്പെടുകയാണ്. ആ അവസ്ഥയിൽ അവരുടെ ചെവി ബധിരതയിലാണ്. ദൈവസ്വരം കേൾക്കാൻ അവർക്ക് സാധിക്കുകയില്ല. ഈ അന്ധകാരത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാനായിട്ടാണ് യേശുനാഥൻ വന്നത്. യേശുവിന് മാത്രമാണ് ആ വിടുതൽ തരുവാൻ സാധിക്കുന്നത്. യേശു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമ്മിൽ നിറയും. ആ ശക്തിയാൽ തിന്മയിൽ നിന്ന് അകന്നു ജീവിക്കുവാനും നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തുമ്പോൾ തെറ്റും ശരിയും തിരിച്ചറിയാനുള്ളൊരു വിവേകവും നമുക്ക് ലഭിക്കും. എന്തുകൊണ്ടാണ് നമുക്ക് തെറ്റുകൾ പറ്റുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടാണ് നമുക്ക് തെറ്റ് പറ്റുന്നത്. വിശുദ്ധ ലിഖിതങ്ങൾ എന്തിനു വേണ്ടിയാണ് നമുക്ക് നൽകപ്പെട്ടത്? 2 തിമോത്തി 3:16-17 തിരുവചനങ്ങളിലൂടെ അത് വ്യക്തമായി പറയുന്നുണ്ട്. വിശുദ്ധ ലിഖിതങ്ങളെല്ലാം ദൈവനിവേശിതമാണ്. അത് പ്രബോധനത്തിനും ശാസനത്തിനും തെറ്റുതിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും ഉപകരിക്കുന്നു. അതുവഴി ദൈവഭക്തനായ മനുഷ്യൻ പൂർണ്ണത കൈവരികയും എല്ലാ നല്ല പ്രവൃത്തികളും ചെയ്യുന്നതിന് അവനെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന തെറ്റുകൾ തിരുത്താൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് നൽകിയിരിക്കുന്നത്. യെശയ്യാ 30:15-16 തിരുവചനങ്ങളിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു, തിരിച്ചു വന്ന് സ്വസ്ഥമായിരുന്നാൽ നിങ്ങൾ രക്ഷ പ്രാപിക്കും. എന്നാൽ നാം പറയുന്നത് എന്താണ്? നാം കുതിരപ്പുറത്ത് കയറി ശീഘ്രം പായും എന്നാണ് നാം പറയുന്നത്. അപ്പോൾ കർത്താവ് അരുളി ചെയ്യുകയാണ്, നാം ദൈവത്തിൽ നിന്ന് എന്തുമാത്രം വേഗത്തിൽ അകലാൻ ശ്രമിക്കുന്നുവോ അതിനേക്കാൾ വേഗത്തിലാണ് നമ്മെ വഴിതെറ്റിപ്പിക്കുന്ന സാത്താൻ നമ്മെ പിന്തുടരുന്നത്. നാം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്തോറും നമ്മെ പിന്തുടരുന്ന തിന്മയുടെ ശക്തി അതിവേഗത്തിൽ നമ്മോട് അടുത്തു വരികയാണ്. അപ്പോൾ നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവം നമ്മോടും ചേർന്ന് നിൽക്കുന്നത്. അപ്പോൾ സാത്താൻ നമ്മിൽ നിന്ന് ഓടി അകന്നുകൊള്ളും. ദൈവത്തിൻ്റെ വചനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ തെറ്റുകളെല്ലാം തിരുത്തി പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറി
ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമുക്ക് വിശുദ്ധി ലഭിക്കുന്നത്. ആ വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കുവാനോ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുവാനോ സാധിക്കുകയില്ല. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.